ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ നമ്മളൊരു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവിടെ കാർഡാണ് എടുക്കുന്നത്. അങ്ങനെ എൻട്രി പാസ് ഒന്നും കിട്ടാതെ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ദിവസം പകൽ പോകാമെന്ന് പറഞ്ഞൊക്കെ ഇരുന്ന് കേട്ടോ. ഇപ്പോഴത്തെ പകൽ പോകാൻ പറ്റത്തില്ല, എന്തോ ഒരു വെയിലാണ്. ഇവിടുത്തെ പൈപ്പ് വെള്ളത്തിനൊക്കെ ചൂട് കൊണ്ട് വയ്യ. അപ്പോൾ അറിയാമല്ലോ, അത്രയ്ക്ക് വെയില. അപ്പോൾ സന്ധ്യയായപ്പം പറഞ്ഞു വാ നമുക്ക് പോകാമെന്നും പറഞ്ഞിരിക്കുകയാണേ. അപ്പോൾ ഗംഗയുടെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം പിന്നെ ഗംഗ പറഞ്ഞു പെട്ടെന്ന് ഒരുങ്ങെത്താം, നമുക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാം എന്താ ഒരുങ്ങുകയാണേ. തീർത്തയും അൻസുവും ശ്രീരശ്മിയുടെ ഡാൻസ് കണ്ടോ, ഡാൻസ് മാസ്റ്റർ വിക്രമനത്തെ കടത്തി വെട്ടുന്ന ഡാൻസാണ് കേട്ടോ. അപ്പം തലേന്ന് രാത്രി ഇവിടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു. ചിരിച്ചിരിച്ച് ഞങ്ങൾ ഊപ്പാടും പന്തീരടിയും വന്നു. അപ്പോൾ നമുക്ക് കുറച്ച് നേരം സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഗംഗയും കൂടെ കയറി എങ്കിൽ നമുക്കൊന്ന് കളിക്കാമെന്നും പറഞ്ഞ്. പിന്നെ എന്തിൻ്റെ മാനേജറാണെന്ന് നമ്മളത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ജോലിയൊന്നും ആയിട്ടില്ല, പിന്നെ എന്തിൻ്റെ ആണെന്നുള്ളത്. അപ്പം നമ്മൾ ഇവിടുത്തെ കൺസൾട്ടൻസിയുടെ മാനേജറാണ് കേട്ടോ ഗംഗ. പിന്നെ ഇവിടുത്തെ ഉള്ള 2 പേർക്ക് ഇപ്പം ജോലി ആയിട്ടുണ്ട്. അവർ ഞായറാഴ്ച പോവും. തീർത്തയ്ക്കും ശ്രീരശ്മിക്കും കേട്ടോ ജോലി ആയിട്ടുള്ളത്. അൻസൂന് ഓൾറെഡി ഇവരുടെ തന്നെ ഇതിനകത്ത് അവർ പറഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി എനിക്കും കൂടെ ഒന്ന് ജോലി ആയാൽ മതി, പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ അതാണ്ട് നമ്മൾ അങ്ങോട്ട് പോയി എൻട്രി പാസ്സൊക്കെ കൊടുത്ത് കയറിയിട്ടുണ്ടേ. കയറിയപ്പം തന്നെ നല്ല അടിപൊളി കാശ്, എന്ത് രസമുണ്ടല്ലേ. കുറേ റീൽസൊക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. കുറേ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പീസ്ഫുള്ളായിട്ടുള്ള പ്ലേസ് ആയിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. എവിടെയോ ഏതോ ലോകത്ത് എത്തപ്പെട്ട മാതിരിയായിരുന്നു. ഇന്നാണെങ്കിൽ ഇവിടെ കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. വീക്കെൻഡിനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. എന്നാലും ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്കുള്ള ചെറിയ രീതിയിലുള്ള പാർക്കും ഊഞ്ഞാലും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതിനകത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഇൻഷാ അല്ലാഹ് വിധി ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെയൊക്കെ ഇവിടെ കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആദ്യം നല്ലൊരു ജോലിയിലോട്ട് കയറി ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ നമ്മളൊന്ന് സെറ്റായിട്ട് മക്കളെയൊക്കെ ഇവിടെ കൊണ്ടുവരണം. നമ്മൾ കാണുന്ന കാഴ്ചകൾ അവരും കൂടെ കാണണ്ടേ. പിന്നെ ഇത് അന്ന് കണ്ടപ്പോഴത്തേക്ക് ഇത് നല്ല പവറായിരുന്നു കേട്ടോ. ഈ വെള്ളം ഇങ്ങനെ പോകുന്നത് സന്ധ്യ ആയപ്പോഴത്തേക്ക് അതിൻ്റെ പവറൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു. എന്ത് ഭംഗിയാന്ന് നോക്കേ, എന്ത് രസമുണ്ടല്ലേ. ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭംഗി. ഈ ക്യാമറയ്ക്കകത്തോട്ട് എത്ര അങ്ങോട്ട് എടുക്കാൻ പറ്റിയതെന്ന് എനിക്കറിയാൻ വയ്യ, എങ്കിലും അവിടെ എവിടെയൊക്കെ നിന്ന് എടുത്തിട്ടുണ്ട്. അതാണ്ട് ഇനി ഫോട്ടോഷൂട്ട്. 1-2 പേരല്ല, എല്ലാ എണ്ണവും മാറി തിരിഞ്ഞ് വരുന്ന ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഇതൊക്കെ നാളെ ഒരു ഓർമ്മയല്ലേ, കിടക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെന്ത് അവിടെ എപ്പോഴും കാണുന്ന പനാമരങ്ങൾ, പക്ഷെ നല്ല സ്ഥലങ്ങൾ. പണ്ട് ഞാൻ കേട്ടിട്ടുള്ള ഗൾഫ് എന്ന് പറഞ്ഞാൽ മരുഭൂമി എന്നല്ലേ. മരുഭൂമി കാണുമായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എല്ലാം പച്ചപ്പുണ്ടേ, നല്ല പച്ചപ്പാണ്. ആ മരമൊക്കെ നിൽക്കുന്നതൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഇതുവരെ കണ്ടുകൊണ്ടിരുന്നിട്ടും സബ്ബും ലൈക്കും കമൻറ്റും ചെയ്യാത്തവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെന്താ, വേറെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും ഓർമ്മയെ വരുന്നില്ല കേട്ടോ. എന്തോ പറയണമെന്നൊന്നും അറിയാൻ വയ്യ. അപ്പം പിന്നെ നിങ്ങൾ എന്തായാലും കല്യാണത്തിന് മുന്നേ, അതായത് എൻ്റെ ചെറിയ കാലത്തൊന്നും നമ്മളിങ്ങനെ സ്ഥലങ്ങളിലൊന്നും പോയിട്ടേ ഇല്ല. അന്നെന്ന് വെച്ചാൽ ഒന്നീ ബീച്ചിൽ കൊണ്ടുപോകും. അതും അങ്ങനെയൊന്നുമില്ല, 2-3 വർഷം കൂടുമ്പം പറഞ്ഞ് നിർബന്ധിച്ച് ബീച്ചിലൊന്ന് കൊണ്ടുപോകും. പിന്നെ എൻ്റെ കുഞ്ഞുനാളിൽ ഞങ്ങളെ വാപ്പ സിനിമയ്ക്കൊക്കെ ഒന്ന് കാണാൻ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ വളർന്നതിന് ശേഷം കൊണ്ടൊന്നും പോയിട്ടേ ഇല്ല. അതുപോലെ തന്നെ പിന്നെ അടുത്തുള്ള പള്ളികളിലൊക്കെ ഒന്ന് പോവും, അത്രയൊക്കെ ഉള്ളായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ടുവന്ന് കാണിക്കാൻ തുടങ്ങിയത്. തമിഴ്നാടൊക്കെ നമ്മൾ പള്ളിയിൽ പോയിട്ടല്ലാതെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഊട്ടിയായാലും കൊടൈക്കനാലായാലും അങ്ങനെയൊക്കെ ആയിട്ടോ കണ്ടിട്ടുള്ളത്. അപ്പം അന്ന് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം കാണുന്നത്. അതുപോലെ ഇവിടെ വന്നപ്പോഴും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇതെല്ലാം വീഡിയോ എടുത്ത് വെക്കുന്നു. ഇതിനു മുന്നേ പോയ സ്ഥലങ്ങളിലൊക്കെ ഫോട്ടോ മാത്രം എടുത്ത് വെക്കുന്ന ഒരു ഇതേ ഉള്ളു. അത് ഈ മക്കളൊക്കെ ആയതിനു ശേഷം ഈ ഫോണൊക്കെ കളിക്കാൻ കൊടുത്ത് അതൊക്കെ അതൊരു മെമ്മറി ആയിട്ട് വെക്കാൻ പറ്റിയതൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേയൊക്കെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്തിടും. കാരണം വെച്ചാൽ ഫോൺ നഷ്ടപ്പെട്ടു പോയാലും അല്ലെങ്കിൽ പൊട്ടിപ്പോയാലും ഒക്കെ അതിൽ തന്നെ കിടക്കുമല്ലോ. ഇതൊക്കെ ഇപ്പം യൂട്യൂബ് ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ നല്ലൊരു ഓർമ്മയായിട്ട് എന്നും ഇവിടെ തന്നെ കാണുമല്ലോ കേട്ടോ. അതുകൊണ്ടാട്ടോ ഞാൻ നല്ല കണക്ക് വീഡിയോ ഒക്കെ എടുത്ത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. ഈ സ്ഥലമൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു, ആ വെള്ളമൊക്കെ പോകുന്നതൊക്കെ കാണാൻ വേണ്ടി. പിന്നെ എവിടെ ചെന്നാലും കുറച്ച് ഫോട്ടോസ് ഇപ്പം നിർബന്ധമായിട്ട് ഞാൻ എടുക്കും. മറ്റേത് അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ ഫോട്ടോ എടുക്കണമെന്നോ വീഡിയോ എടുക്കണമെന്നോ അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ എടുക്കുവേ.
ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചുറ്റിയും തിരിഞ്ഞൊക്കെ കാണും. ചില സമയത്ത് ഈ വെള്ളം അങ്ങ് നിൽക്കും, അന്നേരം ഞാൻ എടുക്കത്തില്ല. ഈ വെള്ളം ഇങ്ങനെ മേലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും വീഡിയോ ഓൺ ചെയ്യും. അതങ്ങനെ 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ അവിടെ എല്ലാവർക്കും ഞാൻ വീഡിയോ എടുത്തു കൊടുത്ത് ഫോട്ടോ എടുത്തു കൊടുത്ത് എന്തോ ഭാഗ്യത്തിന് ഈ വെട്ടത്തിൽ എൻ്റെ ഫോൺ നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടേ. ചില സമയത്ത് നല്ല ക്ലിയർ ആയിരിക്കും, ചില സമയത്ത് ഒട്ടും കൊള്ളത്തില്ല. ദാ ഗംഗ അവിടെ നിന്ന് ഫോൺ വിളിക്കുകയാണേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് മടുത്ത്, എങ്കിൽ പിന്നെ നമുക്കങ്ങ് റൂമിലോട്ട് പോകാമെന്നും പറഞ്ഞിരുന്നു. പോകുന്ന വഴിയിൽ നമുക്ക് ചായയൊക്കെ കുടിക്കാമെന്ന് ഇങ്ങനെ ഗംഗ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ദാ നമ്മളെല്ലാം കൂടെ ഒന്നും കൂടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അവൾ കാണിക്കുന്ന കൊലക്കേടൊക്കെ കണ്ടോ ഗൈസ്? ഇതാ തീർത്ത അറിയാല്ലേ, ഞാൻ പറഞ്ഞു ഇവർക്ക് ന്യൂസ് വീട് ചെന്നപ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ട് ഓടിയതാ, ചേച്ചി ഇതൊന്നും ഇട്ട് കളയല്ലേ എന്നും പറഞ്ഞു. ജീവിതത്തിൽ എന്താ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കുറേ ഉത്തരങ്ങളുണ്ട്. കുറേ നല്ല സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് യൂട്യൂബിലായാലും അതേപോലെ തന്നെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലായാലും അങ്ങനെ കുറേ നല്ല സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ കുറേ കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേരുമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പം ഞാൻ വീഡിയോ ഇടുമ്പം ഞാൻ കണ്ടായിരുന്നു, അവിടെ നിന്ന് കണ്ട്, അല്ലെങ്കിൽ നിങ്ങളിവിടെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ച് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണേ. ഇനി എന്തായാലും തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് ഇതേ കണക്ക് നിരന്ന് കിടക്കുക. ചെന്നത് രാത്രിയായിപ്പോയി. ഇനി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാലേ, എനിക്ക് ജോലിയിലേക്ക് കയറിയതിന് ശേഷം ഇപ്പോഴല്ല കേട്ടോ, കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് മക്കളെ ഇവിടെ കൊണ്ടുവരണമെന്നാണ്. കണ്ട ഓരോരോ കാഴ്ചയും അവരും കൂടെ ഒന്ന് കാണുന്നതിലാട്ടോ ഇനി എൻ്റെ സന്തോഷം. പഠിച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും ഇവിടെ തന്നെ കൊണ്ടുവരണേന്നാണ് എൻ്റെ ആഗ്രഹം. തുമ്പിയും കിച്ചുമൊക്കെ ഞാൻ പോരുന്ന സമയത്തേ പറഞ്ഞു, ഉമ്മച്ചി ഞങ്ങൾ എപ്പോഴാണ് കൊണ്ടുവന്നത്, ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ പാസ്പോർട്ട് എടുക്കട്ടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഇപ്പോഴും വിളിക്കുമ്പോൾ ചോദിക്കുന്നത് അതാ, ഉമ്മ എന്നാ ഞങ്ങളെ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വരുമ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാമെന്ന്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടുതാ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. പോകുന്ന വഴി ഒരു കോഫിയൊക്കെ കുടിച്ച് നേരെ റൂമിലോട്ട് പോകണം. ഇക്കാക്ക് ഒഴിവായതുകൊണ്ട് ഇന്ന് കാണാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ആൾ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചേ. നമ്മുടെ നാട്ടിലൊക്കെ ഈ വേലിപ്പത്തലിലൊക്കെ കാണുന്ന ചെടി കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കുറച്ചൊക്കെ അല്ലാത്ത ചെടികളൊക്കെയാണേ. ഇതെന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നില്ല കുട കണക്ക് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. രാത്രിയിലായതുകൊണ്ട് ഇതിനെക്കുറിച്ച് എന്താണെന്നൊന്നും അറിയാൻ പറ്റിയില്ല. പിന്നെ കുറേ പേര് അവിടെ രാത്രിയിൽ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അതായത് പാർക്കും ഉണ്ട്, കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ദാണ്ടേ കടയിൽ പോയി ചായയും ഉന്നക്കായും സമൂസയും മുട്ട ബജിയൊക്കെ മേടിച്ച്. ഞാൻ ഉന്നക്കായ കേട്ടോ എടുത്തത്. ചായയൊക്കെ കുടിച്ച് കഴിച്ചതാ നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, കൂടുന്ന സപ്പോർട്ടും കൂടെ ചെയ്യുക. പിന്നെ നമ്മുടെ മുന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കാണുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.